പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യഹൂദർ പറഞ്ഞു, നീ ഒരു സമറിയാക്കാരനാണെന്നും നിന്നിൽ പിശാചുണ്ടെന്നും ഞങ്ങൾ പറയുന്നത് ശരിയല്ലേ? യേശു പറഞ്ഞു, എനിക്ക് പിശാചില്ല. ഞാൻ എൻ്റെ പിതാവിനെ ബഹുമാനിക്കുന്നു, നിങ്ങളാകട്ടെ എന്നെ അപമാനിക്കുന്നു. ഞാൻ എൻ്റെ മഹത്വം അന്വേഷിക്കുന്നില്ല, അത് അന്വേഷിക്കുന്നവനും വിധികർത്താവുമായ ഒരുവനുണ്ട്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 48 മുതൽ 51 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് തിരുസഭ ഉത്ഥാനത്തിൻ്റെ ഈ നാളുകളിൽ ഇന്നത്തെ ദിവസം നമുക്ക് വിചിന്തനത്തിനായി തരിക. യഹൂദരും ഈശോയും തമ്മിൽ നടക്കുന്ന ഒരു സംവാദത്തിൽ നിന്നും എടുത്തിട്ടുള്ള ഏതാനും ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ട ഈ വചനഭാഗം. യഹൂദർ ഇവിടെ ഈശോയ്ക്കെതിരെ 2 ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈശോയെ അപമാനിക്കുക, ഈശോയെ ഇൻസൾട്ട് ചെയ്യുക. അവർ പറയുന്ന 2 കാര്യങ്ങൾ ഇതാണ്. ഒന്നാമത്തേത്, നീ ഒരു സമറിയാക്കാരനാണ്. രണ്ടാമത്തേത്, നിനക്ക് പിശാചുണ്ട്. ഇതിലെ ഒന്നാമത്തെ വാദത്തെക്കുറിച്ച് ഈശോ ഒന്നും പറയുന്നില്ല. രണ്ടാമത്തെ അവരുടെ വാദത്തെക്കുറിച്ചാണ് ഈശോ സംസാരിക്കുക, നിനക്ക് പിശാചുണ്ട് എന്ന് പറയുന്നതിനെക്കുറിച്ച്. ഒന്നാമത്തെ കാര്യത്തെക്കുറിച്ച്, അതായത് ഈശോ ഒരു സമറിയാക്കാരനാണ് എന്ന് പറയുന്നതിനെക്കുറിച്ച് ഈശോ എന്തുകൊണ്ടായിരിക്കാം മൗനം പാലിക്കുക? 2 കാര്യങ്ങളായിരിക്കാം അതിൻ്റെ കാരണം. ഒന്നാമത്തേത്, എല്ലാവർക്കും വളരെ കൃത്യമായിട്ടറിയാവുന്ന ഒരു കാര്യമാണ് ഈശോ ഒരു സമറിയാക്കാരനല്ല എന്നുള്ളത്. കാരണം ഈശോ വരുന്നതും പ്രവർത്തിക്കുന്നതുമായ ആ സ്ഥലങ്ങളിൽ ഒന്നും സമറിയാക്കാരുള്ള സ്ഥലമല്ല. ഈ യഹൂദർക്ക് സമറിയാക്കാരോട് ഒട്ടും ബഹുമാനമില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ആളുകളാണ് സമറിയാക്കാർ. അവർ പറയുക അവരുടെ ദൈവാരാധന തെറ്റാണെന്നാണ്. അവരും ആരാധിക്കുക യഹോവയെയാണ്. എന്നാൽ അവർ ജെറുസലേം ദേവാലയത്തിലല്ല ആരാധന നടത്തുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും സുവിശേഷങ്ങളിൽ പലയിടങ്ങളിലും സമറിയാക്കാരും യഹൂദരും തമ്മിൽ ചേരാത്ത പല കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. യഹൂദർ എപ്പോഴും സമറിയാക്കാരെക്കുറിച്ച് വളരെ താഴ്ത്തിയാണ് സംസാരിച്ചിരുന്നത്. നല്ല സമറിയാക്കാരൻ്റെ ഉപമയും സമറിയാക്കാരി സ്ത്രീയുടെ കഥയുമൊക്കെ നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈശോ സമറിയാക്കാരനാണെന്ന് പറഞ്ഞതിനെക്കുറിച്ച് ഈശോ ഒന്നും സംസാരിക്കാതിരുന്നത് ഒരുപക്ഷെ ഈ യഹൂദർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമല്ല. ഈശോയോട് വാദപ്രതിവാദത്തിൽ ഏർപ്പെടാൻ വന്നവർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമല്ല അത്. ഈശോ ഈ പ്രപഞ്ചത്തെയും മനുഷ്യനെയും ഈ ഗോത്രങ്ങളെയും ഒക്കെ സൃഷ്ടിച്ചവൻ. അവനെ ഒരു ഗോത്രത്തിൽ പരിമിതപ്പെടുത്തുക എന്നത് ഒരു ഭോഷത്വമായിട്ട് ഈശോയ്ക്ക് തോന്നിയിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം അതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കാതിരുന്നത്. രണ്ടാമത്തെ കാര്യം ഇതാണ്, ഈശോയ്ക്ക് പിശാചുണ്ട് എന്ന് അവർ പറഞ്ഞു. ഈശോ ആ കാര്യത്തെ എതിർക്കുന്നുണ്ട്. 2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് തിരുവചനത്തിൽ തന്നെ ഈശോ അതിനെ എതിർക്കുക. ഒന്നാമത്തെ കാര്യം ഇതാണ്, ഞാൻ പിതാവിനെ ബഹുമാനിക്കുന്നു, നിങ്ങളാകട്ടെ എന്നെ അപമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തെ ബഹുമാനിക്കുന്ന ഒരാളുടെ ഉള്ളിൽ തിന്മയുണ്ടാവുക സാധ്യമല്ല. മറ്റുള്ളവരെ അപമാനിക്കുന്ന ഒരാളിൽ തിന്മയായിരിക്കും എപ്പോഴും ഉണ്ടാവുക. അതുകൊണ്ടാണ് ഈശോ പറയുക, എന്നിൽ പിശാചില്ല, കാരണം ഞാൻ പിതാവിനെ ബഹുമാനിക്കുന്നു. രണ്ടാമത്തെ കാര്യം ഇതാണ്, ഈശോ പറയുക, ഞാൻ എൻ്റെ മഹത്വം അന്വേഷിക്കുന്നില്ല. വളരെ വിചിത്രങ്ങളായ 2 കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ടാണ് ഈശോയെ ഈ യഹൂദരെ അപമാനിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും സത്യത്തിന് നേർ വിപരീതമായ ഒരുപാട് ആരോപണങ്ങളെ നമ്മളും നേരിടാറുണ്ട്. അപ്പോൾ ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ ഒരു സമചിത്തതയുടെ മനോഭാവം, യാഥാർത്ഥ്യത്തിൻ്റെ മനോഭാവം നമ്മളിലും ഉണ്ടാകാൻ ഈ തിരുവചനം നമ്മെ ക്ഷണിക്കുന്നു. 8-ാം അധ്യായം 51-ാമത്തെ തിരുവചനമാണ് ഇന്നത്തെ ഈ വചന വിചിന്തനത്തിലെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വചനം. ആ വചനം ഇപ്രകാരമാണ്, ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല. ഈശോയിൽ പിശാചില്ല എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഈശോ അടുത്തതായി പറഞ്ഞ ഒരു വചനമാണിത്. ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല. അങ്ങനെ പറയാൻ കാരണമുണ്ട്. പഴയ നിയമത്തിൽ ജ്ഞാനത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം 24-ാമത്തെ വചനത്തിൽ ഇങ്ങനെയാണ് പറയുക, മരണം ലോകത്തിൽ പ്രവേശിച്ചത്
പിശാചിൻ്റെ അസൂയ നിമിത്തമാണ്. ക്രിസ്തീയ വിശ്വാസത്തെ തന്നെ വ്യതിരിക്തമാക്കുന്ന ഒന്നാണ് ഈ ഉത്ഥാനത്തിലുള്ള നമ്മുടെ പ്രത്യാശയും ഉത്ഥാനത്തിലുള്ള നമ്മുടെ വിശ്വാസവും. ഈശോ ഇവിടെ പറയുക, നമ്മുടെ ശരീരത്തിന് മരണമില്ല എന്നല്ല, നമ്മുടെ ശരീരം അഴിയില്ല എന്നല്ല, നമ്മളെ ന്യായവിധിയുടെ മുൻപിൽ നിൽക്കേണ്ടി വരില്ല എന്നല്ല, മറിച്ച് ഈശോ പറയുക നിത്യജീവൻ നമുക്കുണ്ട്. മരണത്തിൻ്റെ വേദനയും ഭീതിയും നമ്മളെ ബാധിക്കുകയില്ല. നമ്മുടെ ആത്മാവിന് ജീവനുണ്ട്. അതാണ് ഈശോ നമ്മളോട് പറയുക. നമുക്ക് വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു വെളിപാടും വാഗ്ദാനവുമാണ് ഈശോയുടെ ഈ വചനം. ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല. ഈ മരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് നമുക്ക് കുറച്ചുകൂടി വ്യക്തമാവുക യോഹന്നാൻ്റെ സുവിശേഷം തന്നെ 10-ാം അധ്യായം 10-ാമത്തെ വചനത്തിൽ ഈശോ പറയുന്നുണ്ട്, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 11-ാം അധ്യായം 25-26 വചനങ്ങളിൽ ഈശോ പറയുന്നുണ്ട്, ഞാനാണ് പുനരുത്ഥാനവും ജീവനും എന്ന് പറഞ്ഞിട്ട് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന്. ഇതിനുള്ള ഒരു കാരണം, നമ്മൾ മരിച്ചാലും ജീവിക്കണമെങ്കിൽ ഈശോയുടെ വചനം പാലിക്കണമെന്നാണ് ഈശോ നമ്മളോട് പറയുക. ശ്രദ്ധയോടെ അനുസരിക്കുക എന്നതാണ് ഈ വചനം പാലിക്കുക എന്ന് പറയുന്നതിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള വിവർത്തനം. ശ്രദ്ധയോടെ അനുസരിക്കുക. പഴയ നിയമത്തിൽ എല്ലായിടത്തും ഇസ്രായേൽ ജനത വിളിക്കപ്പെടുക കർത്താവിൻ്റെ വചനം ചെവി ചായിച്ച് ശ്രദ്ധയോടെ കേൾക്കാനായിട്ടാണ്. ശ്രദ്ധയോടെ കേൾക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വചനം ശ്രദ്ധയോടെ അനുസരിക്കുക എന്നാണ് അതിനർത്ഥം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ പ്രതീക്ഷ നഷ്ടപ്പെട്ട, നമ്മുടെ ജീവിതത്തിലെ വേദന നിറഞ്ഞ എല്ലാ അനുഭവങ്ങളിലും കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി നിറയുമ്പോൾ നമ്മൾ മരണത്തിൻ്റെ അനുഭവത്തിൽ നിന്നും ജീവൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതിൻ്റെ അർത്ഥം വചനം പഠിക്കുക, വചനം വായിക്കുക എന്നതിനേക്കാളൊക്കെ ഉപരിയായിട്ടുള്ള ഒരർത്ഥമാണ്. വചനം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുക, വചനം നമ്മളെ നയിക്കുക എന്നാണ് ഇതിനർത്ഥം. ഇന്നത്തെ കാലത്ത് പൊതുവെ നിലനിൽക്കുന്ന ഒരു തത്വമാണ് നമ്മൾക്ക് സന്തോഷം തരുന്ന എന്തും ചെയ്യുക, സന്തോഷം തരുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുക എന്നൊക്കെ പറയുക. കേൾക്കുമ്പോഴത് നമുക്ക് വളരെ ഹൃദ്യമായിട്ട് തോന്നും, വളരെ സ്വീകാര്യമായിട്ട് തോന്നും, സന്തോഷം തരുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുക എന്നത്. എന്നാൽ നമ്മൾ ഇതുവരെയും ആരെയും കുറിച്ച് കേട്ടിട്ടില്ല സന്തോഷം തരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് സമാധാനപൂർവ്വം ഒരാൾ മരിച്ചു എന്ന്. നമ്മളിൽ നിന്ന് പുറത്തു കിടക്കുമ്പോഴാണ്, നിന്നിൽ നിന്ന് ഉയരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ ആനന്ദമുണ്ടാവുക. അതാണ് കർത്താവിൻ്റെ ഉത്ഥാനത്തെക്കുറിച്ച് നമ്മളിലുണ്ടാകുന്ന ആനന്ദം. ഈ ആനന്ദത്തിൽ ജീവിക്കാനാണ് ഈ തിരുവചന ഭാഗം നമ്മളെ ക്ഷണിക്കുക. നൈമിഷികമായതിനു വേണ്ടി ഒത്തിരി സമയം നമ്മൾ പലപ്പോഴും നഷ്ടപ്പെടുത്തി കളയാറുണ്ട്. എന്നാൽ നിത്യജീവനും സമയവുമൊക്കെ വളരെയധികം പരസ്പര ബന്ധിതമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തിനു വേണ്ടിയാണ് നമ്മുടെ അധിക സമയവും വിനിയോഗിക്കുക എന്നത് നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. ദൈവത്തിന് വേണ്ടി മാത്രം സ്നേഹിക്കുന്ന തരത്തിൽ ഉള്ള ഒരു ദൈവീക ബന്ധത്തിലേക്ക് വളരാൻ നമ്മുടെ കുടുംബങ്ങളെ നമ്മെ ദൈവം ക്ഷണിക്കുന്നു. അതിന് ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.